നമസ്കാരം. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന ലോക പ്രശസ്ത പുസ്തകത്തിന്റെ സമ്മറിയുടെ 5ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക അറിവുകളും ജീവിതം മാറ്റുന്ന ബുക്കുകളുടെ സംഗ്രഹങ്ങളും നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ ഭാഗത്തിൽ റിച്ച് ഡാഡ് നൽകുന്ന ഏറ്റവും വിലയേറിയൊരു ഉപദേശം നാം പഠിക്കും. അതിതാണ്: പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യരുത്, പഠിക്കാൻ വേണ്ടി ജോലി ചെയ്യൂ. അതെന്തുകൊണ്ടെന്ന് നോക്കാം. ശമ്പളത്തിനായി മാത്രം ജോലി ചെയ്യുന്നവർ ഒരിക്കലും സ്വതന്ത്രരാകില്ല. പലരും ജോലി തിരഞ്ഞെടുക്കുന്നത് ശമ്പളം നോക്കിയാണ്. എത്ര ശമ്പളം, എത്ര ഇൻക്രിമെന്റ്, എത്ര സുരക്ഷ, ഇതിലേക്കാണ് അവരുടെ മുഴുവൻ ശ്രദ്ധ. പക്ഷേ റിച്ച് ഡാഡ് പറയുന്നത്, ശമ്പളം മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരും. ശമ്പളം ഒരു സുരക്ഷയല്ല, അതൊരു പതിവ് മാത്രമാണ്. അത് നിൽക്കുമ്പോൾ ജീവിതവും നിൽക്കും. റിച്ച് ഡാഡ് പറയുന്ന ഉപദേശം: പഠിക്കാൻ വേണ്ടി ജോലി ചെയ്യൂ. റിച്ച് ഡാഡ് റോബർട്ടിന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്: ജോലി തിരഞ്ഞെടുക്കുമ്പോൾ എത്ര ശമ്പളം കിട്ടും എന്നതല്ല, ഞാൻ എന്താണ് ഇവിടെ നിന്ന് പഠിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. സമ്പന്നർ ജോലികളെ സ്കൂളുകളായി കാണുന്നു. ഓരോ ജോലിയും അവർക്കൊരു പുതിയ കഴിവ് പഠിക്കാനുള്ള അവസരമാണ്. ആ കഴിവുകളാണ് പിന്നെ അവരുടെ ആസ്തികളായി മാറുന്നത്. ഒരു കഴിവ് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. ജീവിതത്തിൽ ഒരു കഴിവ് മാത്രമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ശൂന്യനാകും. ഒരു ജോലി പോയാൽ എല്ലാം പോകും. റിച്ച് ഡാഡ് പറയുന്നത് ഒരാൾക്ക് പല കഴിവുകൾ ഉണ്ടായിരിക്കണം എന്നതാണ്. ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ അറിയണം, വിൽക്കാൻ അറിയണം, പണം കൈകാര്യം ചെയ്യാൻ അറിയണം, അവസരങ്ങൾ തിരിച്ചറിയാൻ അറിയണം. ഈ കഴിവുകൾ ഒന്നിച്ചാണ് സമ്പത്ത് നിർമ്മിക്കുന്നത്. സമ്പന്നരെല്ലാം അറിയുന്നവരല്ല, പക്ഷേ അവർ പഠിക്കാൻ തയ്യാറാണ്. പാവപ്പെട്ടവർ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്: എനിക്കിത് പറ്റില്ല. പക്ഷേ സമ്പന്നർ പറയുന്നത്, എനിക്കിത് ഇനിയും പഠിക്കണം. റിച്ച് ഡാഡ് പറയുന്നത്, അറിവില്ലാത്തത് ഒരു പ്രശ്നമല്ല, പഠിക്കാൻ തയ്യാറാകാത്തതാണ് യഥാർത്ഥ പ്രശ്നം. പഠിക്കാൻ തയ്യാറായ ഒരാളെ പണം ഒരിക്കലും ഉപേക്ഷിക്കില്ല. സെയിൽസ്, കമ്മ്യൂണിക്കേഷൻ, നിക്ഷേപം, ഈ 3 കഴിവുകൾ ജീവിതം മാറ്റും. റിച്ച് ഡാഡ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കഴിവ് സെയിൽസ് ആണ്. നിങ്ങൾക്കൊരു ആശയമുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അതിന് വിലയില്ല. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അവസരങ്ങൾ തുറക്കും. സെയിൽസ് നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കും. നിക്ഷേപ അറിവ് ആ വരുമാനം വളർത്തും. ഈ 3 കഴിവുകൾ ഒരുമിച്ച് വന്നാൽ പണം നിങ്ങളെ തേടിവരും. പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുമ്പോൾ ഭയം നിങ്ങളെ നിയന്ത്രിക്കും. ശമ്പളം മാത്രം ആശ്രയിച്ചുള്ള ജീവിതത്തിൽ ഭയം സ്ഥിരമാണ്. ജോലി പോയാൽ, രോഗമായാൽ, ഇൻകം നിന്നാൽ എന്നുള്ള ചിന്തകൾ. റിച്ച് ഡാഡ് പറയുന്നു, ഭയം ഒഴിവാക്കാൻ ഒരേയൊരു വഴി മാത്രമേയുള്ളൂ. അത് കഴിവുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. കഴിവുള്ളവന് എപ്പോഴും അവസരമുണ്ടാകും. പഠിച്ച കഴിവുകൾ ഒടുവിൽ ആസ്തികളായി മാറും. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന കഴിവുകൾ നാളെ നിങ്ങളുടെ ആസ്തികളാകും. ഒരു സെയിൽസ് സ്കിൽ, ഒരു ഓൺലൈൻ സ്കിൽ, ഒരു ബിസിനസ് സ്കിൽ, ഇവയെല്ലാം പണമുണ്ടാക്കുന്ന ആസ്തികളാണ്. ഡിഗ്രി മതിയാകില്ല, സർട്ടിഫിക്കറ്റ് മതിയാകില്ല. പ്രയോഗിക്കാവുന്ന അറിവാണ് സമ്പത്ത് നിർമ്മിക്കുന്നത്. ചെറിയ പഠനം, ചെറിയ പരീക്ഷണം, വലിയ മാറ്റം. റിച്ച് ഡാഡ് ഒരിക്കലും വലിയ ചുവടുവയ്പ് കൊണ്ട് തുടങ്ങാൻ പറയുന്നില്ല. ചെറുതായി പഠിക്കുക, ചെറുതായി പരീക്ഷിക്കുക. പിശകുകൾ വരട്ടെ, അവയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അധ്യാപകർ. ഇങ്ങനെ മുന്നോട്ടു പോകുന്നവരാണ് ഒരിക്കൽ സ്വതന്ത്രരാകുന്നത്. ഇതാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ് പുസ്തകത്തിലെ ഏറ്റവും പ്രായോഗികമായ പാഠങ്ങളിലൊന്ന്. പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യാതെ പഠിക്കാനും കൂടി ജോലി ചെയ്യുക. കഴിവുകൾ വളർത്തുക, അവസരങ്ങൾ തിരിച്ചറിയുക. അവസാനം പണം നിങ്ങൾക്കായി ജോലി ചെയ്യും. ഈ ഭാഗം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഇത്തരത്തിലുള്ള മലയാളത്തിൽ ലളിതമായി വിശദീകരിക്കുന്ന ബുക്ക് സംഗ്രഹങ്ങളും ഫിനാൻസ് വീഡിയോകളും ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. ഈ ബുക്കിന്റെ അവസാനത്തെ ഭാഗം ഉടനെ വരുന്നതാണ്. നന്ദി.